നമസ്കാരം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാധ്യമങ്ങളിൽ ഇത്ര വലിയ ചർച്ചയായതോടെ മുങ്ങിപ്പോയ ഒരു കാര്യമുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള. അതേക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. SIT നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും CPM-ലെ പ്രമുഖർ, ഇനി അത് കടകംപള്ളി സുരേന്ദ്രനായാലും ശരി, വേറെ ഏതൊരു മന്ത്രി പുങ്കവനായാലും ശരി, ഇപ്പോഴത്തെ മന്ത്രിയായാലും VN വാസവനായാലും ശരി, ആരായാലും ശരി, എല്ലാവരും സംശയ ദൃഷ്ടിയിൽ നിൽക്കെ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കടന്നു വന്നത്. ഒരു ശബ്ദ സന്ദേശമായിട്ടാണ് മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടത്. ഇത് മാധ്യമങ്ങളും CPM എന്ന പാർട്ടിയും തമ്മിലുള്ള ചില കളികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു പുതിയ വിഷയം വന്നു കഴിഞ്ഞാൽ പഴയ വിഷയം മറക്കും. അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടാകില്ല. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ്, കുറ്റാരോപിതയായ മാസപ്പടി കേസൊക്കെ എത്ര ചർച്ച ചെയ്തു. അടുത്ത വിഷയം വന്നപ്പോൾ അത് മാറി. പിന്നീട് ഇങ്ങോട്ട് വിഷയങ്ങൾ ധാരാളം വന്നു. അതിനിടയ്ക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നു, വോട്ട് ചോരി വന്നു, ദേശീയ വിഷയങ്ങൾ വന്നു. അപ്പോഴൊക്കെ തന്നെ ആ വിഷയങ്ങളൊക്കെ മാറി മാറി വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കടന്നു വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കടന്നു വന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ കേസ് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട എന്നാണ് സർക്കാർ തീരുമാനം എന്നുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതെന്താണ്? MP ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രിയും ഒക്കെ പലകുറി പറഞ്ഞു, ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ, അയ്യപ്പന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അതിശക്തമായ നടപടി സ്വീകരിക്കും. SIT അന്വേഷണം നടക്കുകയാണ്, ഹൈക്കോടതി ഇടപെട്ടതാണ്. ഇപ്പം ഈ ED അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SIT നിയമിച്ചത് സർക്കാരല്ല, ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ ഇടപെടലും അതുപോലെ തന്നെ കൃത്യമായ നിരീക്ഷണവും ഈ അന്വേഷണത്തിനുണ്ട്. പിന്നെന്തിനാണ് സർക്കാർ ഈ വിഷയത്തിൽ മറ്റൊരു ഏജൻസി വരണ്ട എന്ന് പറയുന്നത്? ഇതിനകത്ത് വിദേശ ബന്ധങ്ങൾ പോലും, വിദേശ പണവിനിമയ ബന്ധങ്ങൾ, ഫെമ നിയമലംഘനം, അങ്ങനെയൊക്കെ പലതും ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു കാര്യത്തിൽ കോടതിയിൽ അത് ED അന്വേഷണമൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങ് അന്വേഷിച്ചോളാം. ഇവരല്ല അന്വേഷിക്കുന്നത്. SIT ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ്, കേരള പോലീസ് ആണെന്നേ ഉള്ളൂ, സർക്കാരിന്റെ അന്വേഷണ സംഘമല്ല. അത് പറഞ്ഞാണ് കുറെ ആളുകൾ, ഈ ചില ന്യായീകരണ തൊഴിലാളികളൊക്കെ ചാനലിൽ വന്നിരുന്ന് മെഴുകുന്നത്. സർക്കാർ അന്വേഷിക്കുകയല്ലേ? എന്ത് സർക്കാർ? സർക്കാർ ശമ്പളം പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത്. SP ശശിധരൻ അടക്കം ഉള്ള ആളുകൾ ഉണ്ട്. പക്ഷേ ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT ആണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. എന്തായാലും ED വരണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ മൂടി വെക്കാൻ പലതുമുണ്ട്. മടിയിൽ കനമുണ്ടെങ്കിലല്ലേ എന്നൊക്കെ നമുക്ക് പ്രഖ്യാപിക്കാം. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നു, ചില ആളുകളുടെയൊക്കെ മടിയിൽ നല്ല ഖരമുണ്ട്. അതാണ് ED വരണ്ട എന്ന് പറയുന്നത്. ED വന്നാൽ സകലതും തകിടം മറിയും. ഇവരുടെ സമ്പാദ്യങ്ങൾ, ഇവർ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തിയത്, അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുകൾ, ഈ സ്വർണം വിറ്റ പണം ഏത് രീതിയിൽ വന്നു, ഇനി ക്രിപ്റ്റോ കറൻസി ആയിട്ടാണോ വന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടും. അത് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ക്ഷീണം CPM-ന് ഉണ്ടാക്കും. നമ്മൾ സർക്കാർ എന്ന് പറയുന്നില്ല, CPM എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും CPM ആണ് ഇത്തരം കൊള്ളകൾക്ക് എപ്പോഴും നേതൃത്വം കൊടുക്കാറ്. CPM നേതാക്കൾ തന്നെയാണ്. പത്മകുമാറിന്റെ കാര്യവും N വാസുവിന്റെ കാര്യവും ഒക്കെ അറിയാമല്ലോ. N വാസു പാവപ്പെട്ട വയസ്സായ ഒരു മനുഷ്യൻ, എന്തിനാണ് ജയിലിലിട്ടിരിക്കുന്നത്? പത്മകുമാർ വളരെ സാധുവായ ഒരു മനുഷ്യൻ, മുൻ MLA, എന്തിനാണ് ജയിലിലിട്ടിരിക്കുന്നത് എന്നുള്ള ക്യാപ്സ്യൂളൊന്നും ഇപ്പോൾ കാണുന്നില്ല. എന്തായാലും ED വരണ്ട എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് കോടതി അറിയിക്കും. കോടതിയുടെ നിർദ്ദേശാനുസരണമായിരിക്കും മറ്റു കാര്യങ്ങൾ ഉണ്ടാവുക. എന്തായാലും ED അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്ന് തന്നെയാണ് അയ്യപ്പ ഭക്തരും വിശ്വാസികളും ഒക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ വന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വ്യാപ്തി, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാകൂ, വിദേശ വിനിമയ ബന്ധങ്ങൾ മനസ്സിലാകൂ, കൃത്യമായി കാര്യങ്ങൾ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് ED വേണ്ട, ED വന്നാൽ ഞങ്ങൾ പെടും, അതുകൊണ്ട് ED ഇങ്ങോട്ട് വരികയേ വേണ്ട എന്ന് സത്യവാങ്മൂലം എഴുതി കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് നമ്മുടെ CPM നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാർ. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.